വയനാട് വലിയ ആയുസുള്ള ഒരു ജില്ലയല്ല. കാരണം വയനാട് പ്ലേറ്റോ ആണ്, ഒരു സമതലമാണ്. താമരശ്ശേരി ചുരം കഴിഞ്ഞ് മുകളിൽ കയറ്റി വെച്ചിട്ട് മേശ പോലെ കിടക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ അതിൻ്റേതായ ഭൂമിശാസ്ത്രമാണ്. മാത്രമല്ല അവിടുത്തെ കാറ്റ്, തണുപ്പ്, മഴ എല്ലാം വ്യത്യസ്തമാണ്. കാലാവസ്ഥ കംപ്ലീറ്റ് മാറി. നമുക്ക് കോടമഞ്ഞ് കാരണം പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥലമായിരുന്നു. ഇപ്പം അങ്ങനെ അല്ല, സ്ഥലം നന്നായി മാറി. ഒരു 100 വർഷത്തെ 150 വർഷത്തെ ഇടപെടലുണ്ട് വയനാടിനെ സംബന്ധിച്ച്. ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടി ഉണ്ടായ ഇടപെടലാണ്. പ്ലാന്റേഷൻ വന്നതോടുകൂടി ഉണ്ടായ മാറ്റം, ജനങ്ങളുടെ മാറ്റം, 10 ലക്ഷത്തിലധികം വരുന്ന ജനസംഖ്യ അവിടെ വന്നതിൻ്റെ പ്രശ്നം, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വന്നു. ആഗോളതലത്തിൽ കാലാവസ്ഥ മാറിയല്ലോ, ഭൂമിക്കാകെ മാറി. അതിൻ്റെ പ്രശ്നങ്ങൾ വയനാടും വരും. കാരണം അത് പ്ലേറ്റ്, ഞാനിപ്പോൾ ഉയർന്നു നിൽക്കുന്ന സ്ഥലമായതിൽ സ്വാഭാവികമായിട്ട് പെട്ടെന്ന് അതിനെ അഫക്റ്റ് ചെയ്യും. രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ നിർമ്മാണ രീതികളിൽ ഒരു അശാസ്ത്രീയതയുണ്ട്. പ്ലെയിൻ ലാൻഡിൽ പണിയുന്ന അതേ മെറ്റീരിയൽ, അതേ സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് അവിടെയും പണിതിരിക്കുന്നത്. അത് പലതും അശാസ്ത്രീയമാണ്. അതൊരുപാട് ഹീറ്റ് അബ്സോർബ് ചെയ്യും, ഹീറ്റ് പതുക്കെ റിലീസ് ചെയ്യുള്ളൂ. അവിടെ ഒരു മൈക്രോ ക്ലൈമറ്റ് ഉണ്ടാക്കും. അതനുസരിച്ച് മഴയിൽ വ്യത്യാസം വരും. അതൊരു കാടാണ്. ആ ആവാസ വ്യവസ്ഥ എന്ന് പറയുമ്പോൾ പൊക്കമുള്ള മരങ്ങൾ, പൊക്കം കുറഞ്ഞ മരങ്ങൾ, പിന്നെയും പൊക്കം കുറഞ്ഞ മരങ്ങൾ, ഈ ഒരു 5 ലെയറൊക്കെ കാണും ഒരു കാടിൽ. അപ്പോൾ 5 ലെയറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് സൂര്യപ്രകാശവും മഴയും ഏറ്റവും മുകളിലത്തെ ലെയറിൽ വീഴുമ്പോൾ അത് പൊക്കമുള്ളതും തടിയുള്ളതും കനമുള്ളതുമായ മരങ്ങളായിരിക്കും. അതിൽ വീണതുകൊണ്ട് കുഴപ്പമില്ല. അതിൻ്റെ ആഘാതം കുറഞ്ഞ്, തുള്ളിയുടെയൊക്കെ കനം കുറഞ്ഞ്, ആഘാതം കുറഞ്ഞ്, ബലം കുറഞ്ഞ് താഴെ എത്തുമ്പോൾ ഏറ്റവും താഴെ എന്തുണ്ട്? പുൽച്ചെടികളുണ്ട്, നല്ല പുൽത്തട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് അങ്ങ് അമർന്നിറങ്ങി വെള്ളം പോകും. ഈ ആവാസവ്യവസ്ഥ കംപ്ലീറ്റ് നമ്മൾ നശിപ്പിച്ചിട്ടുണ്ട്.